ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളത് തിരുപ്പതിയിലാണ്. ഇത് നമ്മുടെ ആദ്യത്തെ തിരുപ്പതി ദർശനമാണ്. അതുകൊണ്ട് ഈ ഒരു യാത്ര എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മെമ്മറിയാണ്. നമ്മൾ ഹൈദരാബാദിൽ നിന്ന് വ്യാഴാഴ്ച വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തൊരു ജേണിയാണ്. വെള്ളിയാഴ്ച രാവിലെ ഒരു 6 മണിയോടുകൂടി നമ്മൾ തിരുപ്പതിയിലെത്തി. പിന്നെ ഇന്ന് വൈകുന്നേരം 9 മണിക്കാണ് നമ്മുടെ തിരുപ്പതി ദർശനത്തിനുള്ള സ്ലോട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളൊക്കെ ദർശനത്തിന് പോകാനാണ് പ്ലാന്. ഇത് കപിലേശ്വര സ്വാമി ടെമ്പിളാണ്. ഇവിടെ കപിലമുനി തപസ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസ് ഉണ്ട്, പക്ഷെ അത് മൺസൂണിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തിരുപ്പതി ദർശനം എന്നുള്ളത് എനിക്ക് ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. നമ്മളത് പ്ലാൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ആയാലും എങ്ങനെ ഇവിടെ എത്തണം എന്നൊക്കെ ഉള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മളൊരു അമ്പലം സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുടെ പ്ലാനിലുപരി അവിടെയുള്ള ദൈവത്തിന് നമ്മളെ കാണാൻ തോന്നുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അവസരം കിട്ടുന്നത് എന്നുള്ളത്. അത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹൈദരാബാദിൽ എത്തിയത് കൊണ്ടും അവിടെയുള്ള ഫ്രണ്ട്സ് ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ അറിയുന്നത് കൊണ്ടും നമുക്ക് ഈ ഒരു ജേണി ഭയങ്കര ഈസി ആയിരുന്നു. ഈ കാണുന്ന മലയുടെ രൂപം എന്ന് പറയുന്നത് വെങ്കടേശ്വര സ്വാമി അനന്തശയനത്തിൽ കിടക്കുന്ന ഒരു രൂപമായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ ഒരു അമ്പലം, ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ ഒരു ത്രിവേണി സംഗമം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ശിവ ടെമ്പിളാണ്. നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് അമ്പലം വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേക ഒരു പോസിറ്റീവ് ഫീലായിരുന്നു. മൊത്തത്തിലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു ഇത്. പിന്നെ കണ്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയാണ്, ഈ കാണുന്ന മരത്തിൽ നിറയെ വവ്വാലുകളായിരുന്നു. പിന്നെ കണ്ടോ, ഇങ്ങനെ കൗവിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ നമുക്ക് പുതിയ പുതിയ ഒരു കാഴ്ചകളുള്ളൊരു ജേണി ആയിരുന്നു ഇത്. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ ഒരു അമ്പലം ഉണ്ടല്ലോ, അവിടെയാണ് വെങ്കടേശ്വര സ്വാമിയും അതുപോലെ ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടുള്ള പത്മാവതി അമ്മയും കല്യാണം കഴിച്ച് താമസിച്ചിട്ടുണ്ടായതെന്നാണ് വിശ്വാസം. പുറത്ത് നല്ല വെയിലാണ്. അങ്ങനെയുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ അമ്പലത്തിലും കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീണ്ടും റെഡിയായിട്ട് തിരുപ്പതി ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടുത്തെ തിരക്ക് അത്രയും പ്രശസ്തമാണ്. ലക്ഷോപലക്ഷം ആൾക്കാരാണ് ഈ അമ്പലം വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു തിരക്ക് എക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. വിചാരിച്ചതുപോലെ തന്നെ ത്രൂ ഔട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടോ, അതുപോലെ ഓരോ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ ഇവിടുന്ന് കടത്തി വിടുന്നത്. ഈ മലയുടെ മുകൾ ഭാഗമാണ് തിരുമല എന്നറിയപ്പെടുന്നത്. അതുപോലെ ഈ താഴ്ഭാഗമാണ് തിരുപ്പതി എന്നറിയപ്പെടുന്നത്. ഈ അമ്പലത്തിലേക്ക് നമുക്ക് 2 രീതിയിൽ പോകാം. ഒന്നുകിൽ ഈ കാൽനടയായിട്ട് നമുക്ക് മല കയറാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വെഹിക്കിൾസ് ത്രൂ ഈ വഴിയിലൂടെ നമുക്ക് അവിടെ എത്താനും പറ്റും. ഈ ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത് നമ്മൾ വേറൊരു ടൈം ലൈനിൽ എത്തിയതുപോലെയായിരുന്നു. പിന്നെ അന്നത്തെ ഡേ ഒരു ഫുൾ മൂൺ ഡേയും കൂടി ആയതുകൊണ്ട് ഇറ്റ് ആഡഡ് എ മാജിക്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി ഇവിടെ വിസിറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ നമ്മൾ തിരുമലയിലെത്തി. പിന്നെ നമ്മൾ TTD ത്രൂ 300 റുപ്പീസിൻ്റെ ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിനുള്ള ക്യൂ വേറൊരു പോയിന്റിലാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ബസ്സസ് നമുക്കിങ്ങനെ ഷട്ടിൽ സർവീസ് പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യൂവിലിരിക്കുകയാണ്. നമ്മളൊരു 3-4 hours എടുക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ വിത്ത് ഗോഡ്സ് ഗ്രേസ് നമുക്കൊരു 2 hours-നകത്ത് തന്നെ നമുക്ക് ദർശനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നല്ല ഈസി ദർശനമായിരുന്നു. നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്നൊരു ഫുൾ മൂൺ ഡേ ആയിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ മൂൺ ആൻഡ് അമ്പലം ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. പിന്നെ
ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് തമിഴിലും തെലുങ്കിലൊക്കെ ആയിട്ട് ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് അതിൻ്റെ അമ്പലത്തിൻ്റെ ഓരോ ബ്ലോക്സിലും ബിൽഡിംഗ് ബ്ലോക്സിൽ നമുക്കിങ്ങനെ കാണാം. അത് പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്ത് അവർ ഉണ്ടാക്കിയ കാര്യങ്ങളായാലും അല്ലെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെയാണ് എഴുതി വച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ക്ലൈമറ്റിൽ വെങ്കടേശ്വര സ്തോത്രമൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക ബ്ലെസ്ഡ് ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ കാളഹസ്തിയിലേക്ക് പോകാനാണ് പ്ലാന്. അതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ശിവ ടെമ്പിളാണ്. ഇവിടുന്ന് ഒരു 1 hourനകത്തുള്ള ജേണിയാണ് കാളഹസ്തിയിലേക്ക്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പബ്ലിക് ബസ്സിലാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത്. പിന്നെ ഈ ഒരു ജേണി ത്രൂ ഔട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഫൺ മെമ്മറബിൾ ജേണി ആയിരുന്നു. നമ്മൾ ഓരോ ട്രാവലും പെട്ടെന്ന് ഫിനിഷ് ചെയ്തതുപോലെ തോന്നി, നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു റൂട്ട് നമ്മളൊരു പാലക്കാടൊക്കെ എത്തിയൊരു വൈബായിരുന്നു. ഒരു നല്ല തമിഴ് ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടുന്ന് തമിഴ്നാട് ബോർഡറും ഭയങ്കര അടുത്താണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു സിമിലാരിറ്റി തോന്നിയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഇതിനകത്തായാലും ക്യാമറ അലൗഡ് അല്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഥകളിൽ വായിച്ചിട്ടുള്ളതും അതുപോലെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഇതിനകത്തൊരു രാജകൊട്ടാരത്തിന് സമമായിട്ടുള്ളതാണ് ഈ ഒരു അമ്പലം. ഭയങ്കര ഒരു മെമ്മറബിൾ ഒരു ദർശനമായിരുന്നു അത്. പിന്നെ ആ ഒരു തിരിച്ചുള്ള ജേണിയിൽ കണ്ട ഒരു സൺസെറ്റ് എന്ന് പറയുന്നത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ആ ഒരു സ്പെഷ്യൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ഇനിയും ഇവിടെ തിരിച്ചു വരും. So thanks for watching and see you in the next video.